സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലഡാക്കിൽ നിന്നും കാശ്മീരിലേക്ക് പോവുകയാണ്. പോകുന്ന ലോറിയിലാണ് കേട്ടോ. ഇവിടെ ലോറിക്കാരുണ്ട്. ഹായ്, ഇതൊരു തേക്കോ. ഇത് ലോറിയിലൊരു കുട്ടിയാണ് കേട്ടോ. ഹായ് ജി, നമസ്തേ, गुड मॉर्निंग. हाँ बिल्कुल फिट है. नाम बोलो. मोहम्मद यूसुफ. किधर से आपका? हम तो श्रीनगर से है, कंगन से. कंगन से? हाँ, श्रीनगर कंगन, गांधरबल डिस्ट्रिक्ट गांधरबल. अच्छा, गांधरबल डिस्ट्रिक्ट है? हाँ, डिस्ट्रिक्ट हमारा गांधरबल आता है. सुंदर सुंदर डिस्ट्रिक्ट है. हाँ. लोरी काम करता है? हाँ, बस यही काम करता है और क्या काम करेगा. इसके बिना तो कोई काम नहीं है. अच्छा, नौकरी ढूंढेगा वो तो मिलता नहीं है. ठीक है. अब इसके बिना कोई चारा नहीं है. अच्छा, यही काम करना है और क्या काम करेगा. ഇവിടുത്തെ കാശ്മീരിൽ അധികം ആൾക്കാരും വർക്ക് ചെയ്യുന്ന ട്രക്കിലാണ് കേട്ടോ. ഇവർ കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്കും ലഡാക്കിൽ നിന്നും കാശ്മീരിലേക്കും ലോഡ് കൊണ്ടുപോകുന്നതാട്ടോ. ഇവർ മെയിൻ തൊഴിലെന്ന് പറയുന്നത് കാശ്മീരുകാരുടെ. പിന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. आपका भैया का बेटा है? हाँ, ये भैया का बेटा है. नाम क्या है? इसका नाम है असरार. अशकर? असरार. हाँ. अच्छा नाम है. अभी ट्रैवलिंग है, टूर. हाँ, ये टूर के लिए आया था. ठीक है. ये मेरा केरला से लैंग्वेज है, मलयाളം. अच्छा. മാതൃഭാഷ മലയാളം. हाँ. അപ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് പോകുന്ന കാഴ്ചകൾ കേട്ടോ. സോജില പാസ്സാണ് ലഡാക്കിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡർ വരിക. അതുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇതാണ് ഞാൻ വരുന്ന ലോറി. അസ്സലാമു അലൈക്കും. वालेकुम सलाम. बढ़िया. ठीक है, बस शुक्र है अल्लाह का. वो ठीक है ना. ഈ ഒരു പുള്ളിക്കാരൻ്റെ ലോറിയിലാണ് ഞാൻ പോകുന്നത് കാശ്മീരിലേക്ക്. ഇത് ഭയ്യുണ്ട്, ഇതറാവോ. പുള്ളിക്കാർ യൂട്യൂബ് ചാനൽ है? नहीं है, स्टार्टिंग है. अच्छा, इंस्टाग्राम है. नाम क्या है? अच्छा. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. ഇത് നോക്കിയേ, ഇവിടെ വലിയൊരു ഗ്ലേസറാണ്. ഇസ് ബർഫ് ഫുൾ ടൈം ഇതർ. ഇത് ഇവിടെ ഫുൾ ടൈം ഉണ്ടാകും കേട്ടോ. ഈ ഒരു മഞ്ഞ്. ഇവിടെ വേറെ ലോറിയിൽ എന്താണ് ഈ അച്ഛനെയും മക്കളെയും കൊണ്ട് വന്ന ഒരാളെ കാണാൻ സാധിക്കും. ഓഹോ, എന്താ സ്ഥലം നോക്കിയേ. അടിപൊളി. മൊത്തം മഞ്ഞാണ്. മഞ്ഞിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ആൾക്കാർ കളിക്കുന്നത്. ഹായ്, ബടിയാ. ഇവിടെ നല്ല മഞ്ഞുണ്ടാവും കേട്ടോ. വലിയൊരു മഞ്ഞ് മലമുകളിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. ഇതിനടിയിലൂടെ നദി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുവാണ്. ഈ ഒരു ഭാഗം നല്ല തണുപ്പാണ്. പക്ഷേ ശ്രീനഗറിൽ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. കാശ്മീർ അത്ര സോജില പാസ് എത്തി ഞാൻ കാണിച്ചതാ. ലഡാക്കിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡർ. ട്രക്കിലെ യാത്ര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ദൂരം വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ മഞ്ഞിൻ്റെ വലിയൊരു ഗുഹ കണ്ടോ. ഇത് മഞ്ഞ് പാളിയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കയറാനൊക്കെ പറ്റും. ആ വണ്ടിക്കാർ നല്ല സപ്പോർട്ടായതുകൊണ്ടാണ് എനിക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഗുഹയാണ് നോക്കിയേ. ഇതൊക്കെ കേട്ടോ ഭൂമിയിലെ അത്ഭുതങ്ങളെന്ന് പറയുന്നത്. ഗുഹ പോലെയാണ്. അധിക സമയം നിൽക്കുന്നത് അപകടം കേട്ടോ. ഇവിടെ സഞ്ചാരികൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഡേഞ്ചറാണ് കേട്ടോ. ഈ സമ്മർ സമയത്ത് ഉരുകി വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. മൊത്തം നല്ല ചെറിയ അരുവി പോലെയായിരുന്നു ഉണ്ടായത്. ഇപ്പം കണ്ടോ മൊത്തം മാറിപ്പോയിരിക്കുന്നു. ഇവിടെ ചെറിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ BR എന്ന് പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പുതിയ ടണൽ വർക്കാണ് കേട്ടോ. സോജില ടണൽ എന്ന് പറയും. ഈ ഒരു ടണൽ ഇവിടെ വന്ന സോജിലേക്ക് എത്താൻ വേണ്ടി. ഈ സോജില ടണൽ अच्छा ഓ ഡയറക്റ്റ് സോനാമർഗ്. अच्छा बहुत अच्छा ഈസി है ट्रैफिक. अच्छा, അതായത് ഈ ഒരു ടണൽ ഇവിടെ വന്നാൽ സോനാമാർഗിലേക്ക് ഡയറക്റ്റ് എത്തും കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്കിങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ കറങ്ങി വേണം മേലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ടണൽ വന്നാലുള്ള എളുപ്പ മാർഗം നോക്കിയേ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സോജില ടണൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വലിയൊരു ടണലായിരിക്കും കേട്ടോ. ഇതിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് അറിയാം. ആദ്യം പണി കഴിയട്ടെ. ദ്രാസ് നദിയാണ് സൈഡിലൂടെ ഒഴുകി പോകുന്നത്. മൗണ്ടെയ്ൻസ് ഒക്കെ കണ്ടോ. നല്ല സ്നോ മൗണ്ടെയിനും ഗ്രീനറി ഒക്കെ നൽകുന്ന കാഴ്ചകളാണ്. അപ്പോൾ കാശ്മീർ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ. യൂട്യൂബ് ചാനൽ നെയ്യേ ഫേമസ് ബ്ലോഗറാണ് കേട്ടോ കാശ്മീരിലെ. ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോജില ടണൽ വരണമെങ്കിൽ ഏകദേശം 4 വർഷത്തോളം വേണ്ടി വരുന്ന കേട്ടോ പറയുന്നത്. കിतना കിലോമീറ്റർ സോജില ടണൽ? 15 കിലോ. അതായത് അടൽ ടണലിനെക്കാട്ടി വലിയ ടണലാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഈ ലോങ്ങസ്റ്റ് ആവും കേട്ടോ. ഈ ടണൽ വന്നാൽ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ ടണൽക്ക് അതായത് ഈ ഭൂമി ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടുന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൻ്റെ അടിയിലൂടെ പുതിയൊരു ടണൽ
അങ്ങനെ ഒരു ടണൽ വന്ന ഈ ഒരു സോനാമാർഗിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി വളരെ എളുപ്പമാകും കേട്ടോ. മട്ടയിൽ എന്ന ഗ്രാമത്തിൽ നിന്നും ഈ ഭൂമിയുടെ അടിയിലൂടെയാണ് ടണൽ പോകുന്നത്. കഴിഞ്ഞ വർഷം വരുമ്പോൾ ഇവിടെ റോഡില്ല, ഇപ്പോഴും ഇവിടെ റോഡ് ശരിയായിട്ടില്ല കേട്ടോ. കാരണം മെയിൻ പ്രശ്നം ലാൻഡ് സ്ലൈഡാണ്. ഞാനിപ്പോൾ ഉള്ളത് ലഡാക്കിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡറിലാണ്. ഈ ഒരു ബോർഡർ കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് കണ്ടോ, ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാശ്മീരിലാണ്. ഈ സ്റ്റാർട്ടിങ് ജമ്മു കാശ്മീർ. അച്ഛാ, അപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. നമ്മൾ ലഡാക്കിനോട് ഗുഡ് ബൈ. നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാശ്മീരിൻ്റെ ഭൂമിയിലൂടെയാണ് കേട്ടോ. കാശ്മീർ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഗ്രീനറിയാണ് കേട്ടോ. ഗ്രീനറി സമ്മാനിക്കുന്ന ഒരു ഹെവൻലി ലാൻഡാണ് JNK എന്ന് പറയുന്നത്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് എന്താണ് ധാരാളം സഞ്ചാരികളെ കാണാൻ സാധിക്കും. അവിടെ കണ്ടോ മഞ്ഞിലൂടെ ആൾക്കാർ ഇറങ്ങി കളിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്, ബടിയ. ധാരാളം സഞ്ചാരികളുണ്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷെ എന്താ, നല്ലതുപോലെ കരടികൾ ഇറങ്ങി കളിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഗെയിമേ അച്ഛാ ഇതുണ്ടോ മഞ്ഞിന് മുകളിൽ നിന്ന് ഇറങ്ങി കളിക്കുന്ന, മഞ്ഞിലൂടെ ഓടുന്ന ബൈക്കൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഉള്ളത് 0 പോയിന്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ ദ്രാസ് നദി ലഡാക്കിലേക്കും പോകും, കൂടാതെ തന്നെ കാശ്മീരിലേക്ക് ഒഴുകി പോകും കേട്ടോ. നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ക്യാമ്പ് കാണാം. ധാരാളം മഞ്ഞിലെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളെ ലോറിക്കാരൊക്കെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടെ ധാരാളം മലയാളി ആർമിക്കാരുണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിക്കൊക്കെ പരിചയപ്പെട്ടു. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ്. ധാരാളം കടകൾ കാണാൻ സാധിക്കും. സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഫസ്റ്റ് പക്ഷേ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പം ഞാനിങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടുഡേ ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ലക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് പോയാൽ പിന്നെ സോനാമാർഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ചായക്കൊക്കെ അത്യാവശ്യം നല്ല പൈസയാണ് കേട്ടോ. നല്ല ബിസിനസ്സാണ് ഇവിടെ. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കടകൾ വളരെ കുറവാണ്. ക്യാനാമേ ബാൾട്ടൽ അമർനാഥ് യാത്രേൻ്റെ ബേസ് ക്യാമ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതാണ് ബാൾട്ടൽ എന്ന് പറയും. ഹെലികോപ്റ്ററൊക്കെ പോകുന്നതുണ്ടോ. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് എല്ലാ ഏരിയയും നല്ല ചെക്കിംഗ് ആണ്. നമുക്ക് കാശ്മീരിൽ എത്രത്തോളം എൻ്റെ വാക്കിംഗ് ജേണി പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ ട്രൈ ചെയ്യും കേട്ടോ മാക്സിമം. കഴിഞ്ഞ വർഷം വന്നപ്പം ഈ അമർനാഥ് യാത്ര കാരണം കുറേ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ. ഈ പ്രാവശ്യം ഞാൻ മാക്സിമം കാശ്മീരിലെ വില്ലേജ് ഏരിയകൾ പ്ലാൻ ചെയ്യാനുണ്ടോ പോകുന്നത്. അങ്ങ് ദൂരെയാണ് അമർനാഥ് വരിക. ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് മുകളിലൂടെ പോകുന്നത്. ഹെലികോപ്റ്ററിന് 6000 രൂപയൊക്കെ കേട്ടോ ചാർജ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. ഇവിടെ റോഡ് വർക്ക് ചെയ്യുന്ന ജനങ്ങളെ സമ്മതിക്കണം കേട്ടോ. എത്ര ഡേഞ്ചറായ സ്ഥലമാണ് നോക്കിയാൽ. ഈ മണ്ണൊക്കെ മാന്തി ഇവർ റോഡ് ഉണ്ടാക്കുന്നില്ലേ. इवർക്ക് അത്യാവശ്യം നല്ലൊരു സാലറി ഒരു ദിവസം കിട്ടും കേട്ടോ. एक दिन में लेबर चार्ज कितना मिल जाएगा इसका रोड काम करते हैं? मैं 1000 इनको तो महीने का है 25,000. ഓക്കെ, ഒരു മാസം 25,000 കിട്ടും. ഗുഡ് മോർണിംഗ് ബ്രോ, ഹൗ ആർ യു? പാവങ്ങൾ കേട്ടോ. 25,000 രൂപ കിട്ടും. 25,000 30,000 രൂപക്ക് അടുത്താണ്. എന്നോട് ഒരാൾ പറഞ്ഞ 35,000 കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞാനങ്ങനെ സോനാമാർഗിൽ എത്തിയിരിക്കുവാണ്. തൊട്ട് സൈഡിൽ കാണുന്നത് സിന്ധ് റിവറാണ്. സിന്ധ് റിവറിൻ്റെ കളർ നോക്കിയാൽ ചെറിയൊരു നീലയും പച്ചയും കലർന്നിട്ടുണ്ട്. ശരിക്കും കളർ വിൻ്ററിലൊക്കെ പച്ച കളറൊക്കെ കാണാൻ പറ്റും കേട്ടോ, പച്ചയും നീലയൊക്കെ. ഇതൊരു പഴയ ഒരു പാലാണ്. പോടാ സൈഡിലൂടെ പോടാ. ഇതൊരു പഴയ പാലാണ് കേട്ടോ. ദൈവമേ, ഈ കുതിരയാണോ കഴുതിയാണോ? ഇവിടെ കോടാന്ന് പറയും. ഓർഡറ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് സോനാമാർഗിലാണ്. കാശ്മീരിൻ്റെ ഹെവൻ എന്ന് പറയും കേട്ടോ സോനാമാർഗിനെ. അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. സിന്ധു നദി കാണാൻ തന്നെയാണ് കേട്ടോ അത്രയും ഭംഗി എന്ന് പറയുന്നത്. ആ കാണുന്നത് പള്ളിയാണ്, ഇവിടുത്തെ പള്ളിയാണ്. അത്ര സുന്ദരമായ ഇടല്ലേ. എയർടെൽ കിട്ടുന്നുണ്ട്, ജിയോ കിട്ടുന്നുണ്ട്, ഐഡിയ കിട്ടുന്നുണ്ട്. 3 സിമ്മും ഇവിടെ 4G വർക്ക് ചെയ്യും. ആ കുതിര എന്നെ കണ്ടിച്ചാണോ, കുതിരയാണോ കൈതിയാണോ, എന്നെ കണ്ടിച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെ മൊത്തം ആർമീൻ്റെ ക്യാമ്പുണ്ട്. ടൗണിൽ നടുക്കാണ് വേണ്ടത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട്. അവിടെ ഒരു സുന്ദരമായ കാഴ്ച കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. പ്രോപ്പർ സോനാമാർഗ് ടൗണിലാണ് ഞാനുള്ളത്. ഇവിടെ ബസ്സൊക്കെ കാണാൻ സാധിക്കും. നമുക്കതിലൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അത് ഈ ജമ്മു കാശ്മീർ ഭാഗത്താണ് കൂടുതൽ അലൗഡായിട്ടുള്ളത്. നമ്മളെ ലഡാക്കിൽ വളരെ കുറവാട്ടോ. അത്യാവശ്യം ക്രൗഡാണ് ഈ ഒരു സ്ഥലം. ക്രൗഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മളെ പോലീസ് സ്റ്റേഷനുള്ളത്. അവർ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്.
നല്ലപോലെ തിരക്കുള്ളൊരു ടൗണാണ്, പക്ഷേ പീസ്ഫുള്ളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. കാശ്മീർ വളരെ ഡിഫറെൻ്റാണ്. അതിൽ സോനാമാർഗ് എന്ന് പറഞ്ഞാൽ അതിലേറെ ഡിഫറെൻ്റ് ആയൊരു സ്ഥലമാണ് കേട്ടോ. കാണാൻ സുന്ദരമാണ്. ഇവിടെ ധാരാളം ബൈക്ക് റൈഡേഴ്സൊക്കെ വരുന്ന ഒരു ലൊക്കേഷനാണ്. കൂടാതെ തന്നെ ഇന്ത്യൻ ആർമീൻ്റെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ മൊത്തം ട്രാവലേഴ്സാണ്. എത്രയാണെന്ന് നോക്കിയാൽ ആയിരക്കണക്കിന് ട്രാവലേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ. കറങ്ങാൻ വേണ്ടി ഭയങ്കര പൈസയാണ്. ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി നല്ല പൈസ വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഇന്ന് ഞാൻ വന്ന ടൈം എന്തായാലും കൊള്ളാം. നല്ല മഴയാണ്. നോക്കിയാൽ എല്ലാ ഏരിയയിലും നല്ല മഴ പെയ്യുവാണ്. ഞാനിങ്ങനെ റൂം തപ്പണം കേട്ടോ. എല്ലായിടത്തും ഭയങ്കര പൈസ പറയുന്നത്. ആർമി വണ്ടിയാണ് കേട്ടോ കാണുന്നത്. നല്ല ഹെവി റെയിൻ കേട്ടോ. നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് രസമാണ് അറിയാം കാണാൻ വേണ്ടി. ഇവിടെ എന്താ വിചാരിച്ചാൽ അമർനാഥ് യാത്ര ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര പൈസ കേട്ടോ. പൈസ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൈസ. റൂമിനൊക്കെ ഭയങ്കര പൈസയാണ് ഇവർ എടുക്കുന്നത്. പക്ഷെ നല്ല മഴ, നോക്കിയാൽ മഴ പെയ്യുന്നു. സോനാമാർഗിലെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഹെവിയാണ് കേട്ടോ. കുറേ സമയം ഇവിടെ നല്ല മഴ പെയ്യുന്നത്. ഇവിടെ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരും കളിയാക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ഞാൻ റൂം എടുക്കാത്തതിൻ്റെ കാരണം എന്താ വിചാരിച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് മനുഷ്യപ്പറ്റി വളരെ കുറവാട്ടോ. സ്നേഹിക്കുന്നവരുണ്ട്, അതേപോലെ ബിസിനസ് ആട്ടോ. ഈ ഒരു ലൈനിലുള്ളൊരു ഹോട്ടൽ മൊത്തം ഞാൻ നോക്കി 3000 രൂപ 2500 രൂപ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന പൈസ കേട്ടോ. 2500 രൂപയൊക്കെ. അതും ഈ നോർമൽ സ്ഥലത്ത്. പക്ഷേ ലഡാക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹോം സ്റ്റേയിൽ എടുത്ത പൈസ എന്ന് പറഞ്ഞാൽ 600-700 ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ മൊത്തം ഡിഫറൻ്റ് ആണ് കേട്ടോ. ആൾക്കാർക്ക് വേണ്ടത് പണമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള സുന്ദരമായ സ്ഥലങ്ങൾ എൻ്റെ ലൈഫിനെ എടുത്ത് കളയുന്നത്. യാത്രയിൽ തന്നെ ഒരിക്കലും പോസിബിൾ അല്ല. ഇന്ന് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ വിചാരിച്ചാൽ ഇവിടെ ഹെവി റെയിനാണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇവിടെ ആൾക്കാരധികം ബിസിനസ്സാണ് കേട്ടോ. ഹായ് ഇവിടെയാ ഓക്കെ. പുള്ളിക്കാരൻ്റെ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് റൂം കൂടി കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ എത്ര റൂമിന് റേറ്റ് എന്ന് പറഞ്ഞാൽ 900 രൂപയാണ് കേട്ടോ. 1500 പറഞ്ഞ് 900 എത്തിച്ചു. 900 എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു വില പോലും ഇല്ല കേട്ടോ. കാരണം ഇത്രയും വണ്ടിയിലും നടന്നും ഒക്കെയാണ് ഞാൻ മട്ടയിൽ നിന്ന് ഇവിടെ എത്തിയത്. മട്ടയിൽ നിന്ന് കുറച്ച് നടന്നിട്ടാണ് എനിക്ക് ലോറി കിട്ടിയത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ആൾക്കാർക്ക് വേണ്ടത് പണം 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 കേട്ടോ. 2500 രൂപയൊക്കെ ഒരു നൈറ്റ് ഉറങ്ങാൻ വേണ്ടി പറയുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പെട്ടുപോലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പൊതുവെ അങ്ങനെയാണ്. ഞാൻ നിൽക്കുന്ന റൂം കാണിച്ചു തരാം. നല്ല മഴയാണ് കേട്ടോ. എവിടെയും ടെൻ്റ് അടിക്കാനോ വാഹനങ്ങളില്ലാത്തവർ, എൻ്റെ യാത്ര അറിയാലോ, നടന്ന് ലിഫ്റ്റ് അടിച്ചാണ്. അങ്ങനത്തെവരൊക്കെ പെട്ടുപോകുന്നത് മഴ സമയത്താണ്. ഇവിടെയാണ് ഞാനിന്ന് സോനാമാർഗിൽ താമസിക്കുന്നത്. കുറേ പറഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് 900 രൂപ തന്നു കേട്ടോ. ഇന്നാകെ ഞാൻ ടയേർഡായി പോയി സുഹൃത്തുക്കളെ, ടയേർഡായി പോയി. കാശ്മീരിൽ പൊതുവെ ബിസിനസ്സാണ് കൂടുതൽ. കാരണം ഈ ഭൂമി കാണാൻ മറ്റുള്ള ദേശം പോലെയല്ല, ഭയങ്കര സുന്ദരമാണ്. എവിടെ നോക്കിയാലും ഗ്രീനറി കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ സ്ഥലത്ത് എന്തായാലും ഭയങ്കര പൈസ കേട്ടോ. ഒരു റൂമിന് നോർമലി ഞാൻ ദ്രാസിലൊക്കെ പോയപ്പോൾ എനിക്ക് 1000 രൂപക്ക് ഫുഡും കാര്യങ്ങളും അവരെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ലഡാക്കിൽ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സ്നേഹം കുറഞ്ഞു, പണത്തിന് വാലി കൂടി. ഉള്ളതുപോലെ പറയാമല്ലോ, സ്ഥലങ്ങളൊക്കെ ഹെവനാണ്. പക്ഷേ മനുഷ്യപ്പറ്റി വളരെ കുറഞ്ഞു കേട്ടോ. നല്ലതുപോലെ പൈസ കിട്ടുമ്പോൾ നമ്മളെപ്പോലെ വരുന്ന ആൾക്കാരൊക്കെ മൂല കൈപോകുമെന്ന് പറയാം. അപ്പം മട്ടയിൽ നിന്നും സോനാമാർഗ് എത്തുന്ന കാഴ്ചയാണ് ഈ ഒരു വ്ളോഗിൽ കൊണ്ടുവന്നത്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കാശ്മീരിലെ സുന്ദരമായ കാഴ്ചകൾ ഞാൻ ഉടനെ കൊണ്ടുവരും.